ഹായ് ഓൾ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്ന എക്സാമിനേഷൻ ഒരു ടെക്നിക്കൽ മേഖലയിൽ വളരെയധികം നിയമനങ്ങൾ നടക്കുന്ന ഒരു എക്സാമിനേഷനാണ്. ഈ ഒരു എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് കേരള PSC കൊടുത്ത ഒരു വിവരാകാശത്തിൻ്റെ മറുപടിയായിട്ട് ഇതിനോടകം എത്ര ഉദ്യോഗാർത്ഥികൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് നേരത്തെ വർഷത്തെ ഈ ഒരു എക്സാം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികളെക്കാളും വളരെയധികം കുറവാണ് ഇത്തവണ ജോലിക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം. അതായത് നമ്മുടെ ഒരു മത്സരത്തിൻ്റെ തോത് വളരെയധികം കുറഞ്ഞിരിക്കുന്നു എന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ജോലി കിട്ടുവാനുള്ള വളരെ വലിയ സാധ്യതകളാണ് ഇവിടെ തുറന്നു കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇവിടെ ഇതിനു മുമ്പ് നടന്നത് 2020 കാറ്റഗറി നമ്പർ 211/2020 എന്ന നമ്പറിലായിരുന്നു നോട്ടിഫിക്കേഷൻ വരുന്നത്. അന്ന് ഈ ഒരു എക്സാമിനേഷന് മൊത്തം ആപ്ലിക്കൻസ് ആയിട്ട് 33,618 പേര് അപേക്ഷിക്കുകയും മുഴുവൻ ആൾക്കാരെയും അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വർഷത്തിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ സാഹചര്യങ്ങൾ മാറുകയാണ്. 2025 735/2025 എന്ന നോട്ടിഫിക്കേഷനിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം തന്നെ വളരെയധികം കുറയുന്നു എന്നൊരു വലിയ സാഹചര്യമാണ് നമുക്കുള്ളത്. കേവലം 19,335 പേർ മാത്രമാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപേക്ഷിച്ചിരുന്നത്. നമുക്കറിയാം ഈ ഒരു തസ്തികയിൽ ഏതാണ്ട് 600-ലധികം ആൾക്കാർക്ക് നിയമനം കിട്ടിക്കഴിഞ്ഞു. ഏതാണ്ട് 600 പേരോളം നിയമനമാകുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നൊരു റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഇനിയും ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമനങ്ങളുടെ എണ്ണം കൂടും. ഇനി വരുന്ന വർഷങ്ങളിലും ഏതാണ്ട് ഇത്രയും തന്നെ നിയമനങ്ങൾ നടക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രിപ്പയർ ചെയ്ത് പഠിച്ചാൽ മറ്റ് ടെക്നിക്കൽ PSC എക്സാമുകളെക്കാളും വളരെയധികം സാധ്യത കൂടുതലാണ് ഈ ഒരു പോസ്റ്റിന് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ നമുക്ക് എന്നുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിലുള്ള ഏതെങ്കിലും ഒരു മാസം ഈ ഒരു എക്സാമിനേഷൻ വരും എന്ന കാര്യം ഷുവറാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തയ്യാറെടുത്ത് മുമ്പോട്ട് പോയാൽ ഈ ഒരു എക്സാമിനേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അനായാസേന ക്രാക്ക് ചെയ്യാനുള്ളൊരു സമയമുണ്ട്. മാത്രമല്ല കട്ട് ഓഫ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. കട്ട് ഓഫ് ക്രാക്ക് ചെയ്യാനല്ല നമ്മുടെ ലക്ഷ്യം കട്ട് ഓഫിന് മുകളിൽ ഒരു 20-25 മാർക്കിൽ സേഫ് സ്റ്റോണിൽ ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ ലക്ഷ്യമായിട്ട് വെച്ച് വേണം നമ്മൾ ഈ ഒരു എക്സാമിനേഷനെ എന്ത് ചെയ്യാൻ കാണാം. അപ്പം അതിന് നമുക്ക് ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അവസാനമായിട്ട് നടന്ന എക്സാമിനേഷനെ ഒന്ന് വിലയിരുത്താം. അത് നോക്കുമ്പോൾ 211/2020 എന്ന നമ്പറിൽ വന്നിരിക്കുന്ന എക്സാമിനേഷന് DOE നിലവിൽ വന്നത് 7/2/2023 ഇത് പ്രകാരം കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44.67 മാർക്കാണ് വരുന്നത്. മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 82.33 ആയിരിക്കും. നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഈ ഒരു മാർക്കിലേക്ക് എത്താനുള്ളതായിരിക്കണം. അപ്പോൾ ഈ ഒരു മാർക്കിൻ്റെ ഒരു പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് നിയമനം ലഭിക്കും എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ അഡ്വൈസ് പോയിരിക്കുന്നത് 599 അഡ്വൈസ്, 600-അടുത്ത് അഡ്വൈസാണ് പോയിരിക്കുന്നത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് 1051 പേരുടെ മെയിൻ ലിസ്റ്റാണ് വന്നത്. 1051 പേരുടെ മെയിൻ ലിസ്റ്റിൽ നിന്ന് ഏതാണ്ട് 599 പേർക്ക് നിയമനം നടന്നു കഴിഞ്ഞു എന്നത് വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. ഇനിയും ഇത്തരത്തിലുള്ള നിയമന സാധ്യത തന്നെ ഇനി വരുന്ന റാങ്ക് ലിസ്റ്റിലും ഉണ്ടാകുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറെടുക്കണം. അതിന് ഏറ്റവും നന്നായിട്ട് തന്നെ പോകുന്ന തയ്യാറെടുപ്പുകൾ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നിങ്ങൾ പ്രിഫർ ചെയ്യണം. ഏണസ്റ്റ് അക്കാഡമിയിൽ കൃത്യമായ രീതിയിലാണ് കോച്ചിങ്ങുകളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. നിരവധി ടെക്നിക്കൽ PSC എക്സാമിനേഷനുകളിൽ ഉന്നത റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറെടുക്കുക. അപ്പോൾ കോഴ്സിനെ പറ്റി അറിയുന്നതിനും കോഴ്സിൻ്റെ വിശദ വിവരങ്ങൾ അറിയുന്നതിനുമായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.